രുത്, ദൈവത്തെ ആരാധിക്കുന്നതിൽ നമ്മൾ കുറവ് കാണിക്കരുത്. ഞാനൊരു ഒരു 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 ദൃഷ്ടാന്തം നിങ്ങളുടെ മുന്നിൽ ഒന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പറ്റുവാണെങ്കിൽ നിങ്ങൾ മോനെ ഒരു വാക്യം ഒന്ന് ഈ ഇവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. എക്സോഡസ് ചാപ്റ്റർ 19 അതിൻ്റെ 10ാമത്തെ വാക്യം താഴോട്ടൊന്ന് പറയുന്നതനുസരിച്ച് ഫോർവേഡ് ചെയ്യണം. എക്സോഡസ് ചാപ്റ്റർ 19 വേഴ്സസ് 10 ഓൺവേർഡ്സ്. അവിടെ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. യെസ്, മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. യെസ്, വസ്ത്രമലക്കി എന്തിനു മൂന്നാം ദിവസം യഹോവ സകല ജനവും കാണുകെ സീനായി പർവ്വതത്തിൽ ഇറങ്ങും. ആര്? യഹോവ ഇറങ്ങും. അവർ ചെല്ലേണ്ടത് എങ്ങനെയാണ്? വസ്ത്രം അലക്കി എന്ത് ചെയ്യണം? യഹോവയുടെ സന്നിധിയിൽ യഹോവ വരുന്നിടത്ത് യഹോവ ഇറങ്ങി വരുന്ന ആ പർവ്വതത്തിൻ്റെ അടുക്കൽ വന്ന് ഇരിക്കണം. മോശ ദൈവത്തോട് പറഞ്ഞ ഒരു ഇൻസ്ട്രക്ഷനാണ്. എന്നിട്ട് അടുത്തൊരു വാക്യം, ഇറ്റ്സ് വെരി ഹൊറിബിൾ, ടെറിഫൈങ്. അടുത്ത വാക്യം, ജനം പർവ്വതത്തിൽ കയറാതെയും അതിൻ്റെ അടിവാരം തൊടാതെയും ഇരിക്കുവാൻ സൂക്ഷിക്കണം. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന ആ പർവ്വതത്തിൽ ആരും എന്ത് ചെയ്യാൻ പാടില്ല? കയറാൻ പാടില്ല, തൊടാൻ പാടില്ല. അടുത്തത്, നീ അവർക്കായി ചുറ്റും അതിർത്തിരിക്കണം. പർവ്വതം തൊടുന്നവരെല്ലാം എന്ത് ചെയ്യണം? മരണശിക്ഷ അനുഭവിക്കണം. കാരണം no one is allowed to defile the very presence of God. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന പർവ്വതത്തെ ഒരാൾ തൊട്ട് അശുദ്ധമാക്കാനായിട്ട് ആർക്കും അവസരം കൊടുത്തിട്ടില്ല. അപ്പോൾ ജനത്തോട് വളരെ കർശനമായി മോശ പറയുകയാണ്, അവരെല്ലാവരും എവിടെ നിൽക്കണം? പർവ്വതത്തിന്റെ അടിവാരത്തിൽ വരണം. പക്ഷെങ്കിൽ ആരും പർവ്വതത്തിൽ തൊടരുത്. തൊട്ടാൽ എന്ത് ചെയ്യണം? സ്വന്തം അപ്പനാണേലും മകനാണേലും കല്ലെറിഞ്ഞ് അന്നാരെ കൊല്ലണം. പിന്നെ മൃഗമായാലും മനുഷ്യനായാലും ജീവനോടെ ഇരിക്കരുത്. മതി. ഇനി 20ാമത്തെ വാക്യത്തിലിട്ടൊന്ന് പോകാം. യെസ്, അവസാനം യഹോവ സീനായി പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി യഹോവ മോശയെ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് എന്ത് ചെയ്തു? വിളിച്ചു. മോശ കയറി ചെന്നു. ഒരാൾക്ക് മാത്രം പർവ്വതത്തിലേക്ക് കയറാൻ അനുവാദം, മറ്റൊരാൾക്ക് പോലും ആ പർവ്വതത്തിലേക്ക് കയറാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്തത്, യഹോവ മോശയോട് കൽപ്പിച്ചതെന്നാൽ ജനം നോക്കേണ്ടതിന് യഹോവയുടെ അടുക്കൽ കടന്നു വന്നിട്ട് അവരിൽ പലരും നശിച്ചു യഹോവയുടെ അടുക്കൽ വന്നിട്ട് പലരും നശിച്ച് പോകാതിരിക്കുവാൻ. അതായത് ദൈവ സാന്നിധ്യം പർവ്വതത്തിൽ ഇറങ്ങി വന്നെന്ന് കണ്ടിട്ട് ആവേശം കൊണ്ട് ആരും എന്ത് ചെയ്യണ്ട? ആ പർവ്വതത്തിന്റെ അടുത്തോട്ട് കയറി വരരുത്. അങ്ങനെ വന്ന് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ നീ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കണം, ആരും എന്ത് ചെയ്യരുത്? ദൈവ സാന്നിധ്യം മലയിൽ കയറി മലയുടെ മുകളിൽ വരുമ്പോൾ യു ജസ്റ്റ് കം, നീ എങ്ങോട്ട് കയറി വരണം. പക്ഷെങ്കിൽ ഒരു ആളും എന്ത് ചെയ്യരുത്? ഈ പർവ്വതത്തിലേക്ക് കയറി വരരുത്. പ്രൈസ് ദി ലോർഡ്. 23ാമത്തെ വാക്യം, മോശ യഹോവയോട് ജനത്തിന് സീനായി പർവ്വതത്തിൽ കയറുവാൻ പാടില്ല, പർവ്വതത്തിന് അതിർ തിരിച്ച് അതിനെ ശുദ്ധമാക്കുക എന്ന് ഞങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, ഇറങ്ങിപ്പോക, നീ അഹരോനുമായി കയറി വരിക. എന്നാൽ പുരോഹിതന്മാരും ജനവും യഹോവ അവർക്ക് നാശം വരുത്താതിരിക്കേണ്ടതിന് അവന്റെ അടുക്കൽ കയറുവാൻ അതിർ കടക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഒറ്റ കാര്യം, വേറെവർ ഇൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് യഹോവയുടെ സാന്നിധ്യം ഇറങ്ങി വരുന്നിടത്ത് no one were allowed to enter. Praise the Lord. സമാഗമന കൂടാരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിന് 3 അറകൾ, 3 സ്പേസുകളുണ്ട്. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കറിയാം. ഫസ്റ്റ് ഈസ് എന്താ? പ്രാകാരം അല്ലേ, ആൾട്ടർ. അതിനുശേഷം ദി ഹോളി പ്ലേസ്. അതിനുശേഷമാണ് ദ മോസ്റ്റ് ഹോളി പ്ലേസ്. അവിടെയാണ് യഹോവയുടെ പെട്ടകത്തിലേക്ക് ആരിറങ്ങി വരുന്നത്? യഹോവയുടെ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. അവിടെ ആർക്കേ പ്രവേശനമുള്ളൂ? സൺഡേ സ്കൂൾ കുട്ടികളെന്ന് പറഞ്ഞാട്ട്, ഹൂ ഈസ് അലൗഡ് ടു എൻ്റർ ഇൻ ടു ദ മോസ്റ്റ് ഹോളി പ്ലേസ്? യെസ്, നോട്ട് ഈവൻ എ പ്രീസ്റ്റ് ബട്ട് ദി ഹൈ പ്രീസ്റ്റ്. എന്ന് പറഞ്ഞാൽ ലോക്കൽ പാസ്റ്ററിന് പോലും പറ്റത്തില്ല. വേണമെങ്കിൽ നമ്മുടെ ഓവർസിയറിനോ പ്രസിഡന്റിനോ വേണമെങ്കിൽ അവിടേക്ക് പോകാം. സോ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന ഇടത്തേക്ക് ഒരാൾക്കും അനുവാദമില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം
ഞാൻ വാക്യം എടുപ്പിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അവരുടെ മധ്യത്തിൽ ഞാൻ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. നോട്ട് ഈവൻ എ ഗാദറിംഗ്, 2 പേര് മതി. അവരുടെ നടുവിൽ ആര് വരാന്നാ പറഞ്ഞത്? The same God. ആ ദൈവം തന്നെ സീനായി പർവ്വതത്തിൽ കയറരുത്, തൊടരുത്, വരരുത്, കാണരുത് എന്ന് പറഞ്ഞ അതേ ദൈവം പുതിയ നിയമത്തിൽ പറയാണ്, ആരെങ്കിലും ഒന്ന് വന്നാൽ മതി, ഞാൻ അങ്ങോട്ടങ്ങ് വരാം. പ്രൈസ് ദി ലോർഡ്. 2-3 പേര് എവിടെയെങ്കിലും കൂടിയാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങൾ ഓൾട്ടർ പണിയണ്ട, നിങ്ങൾ പള്ളി പണിയണ്ട, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. 2-3 പേർ കടലിന്റെ അടിയിൽ പോയി എന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ അവരുടെ നടുവിൽ വരാമെന്ന് he has just promised. So how silly then we are. ദൈവ സാന്നിധ്യം ഇന്ന് ഈ ആലയത്തിൽ ഇവിടെ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മുന്നിൽ വരുമെന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തു നോക്കിക്കണം, പഴയ നിയമത്തിൽ വല്ലതും ആയിരുന്നെങ്കിൽ നമ്മൾ ആരും ഇവിടെ നിൽക്കത്തില്ല, നമ്മൾ ആർക്കും ഇവിടെ വരാൻ കഴിയത്തില്ല. നമ്മൾ ആ ദൈവ സാന്നിധ്യം ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അവസാനമായിരുന്നേനെ. എന്നാൽ കൃപയാൽ പഴയ നിയമത്തിന്റെ കർട്ടൻ, അതിന്റെ നടിച്ചുവറുകളെ മാറ്റിയിട്ട് ക്രിസ്തുവിന്റെ കൃപയാൽ നമുക്ക് ആ ദൈവ സാന്നിധ്യത്തിലേക്ക് എപ്പം വേണേലും വരാമെന്ന് ദൈവം ഒരു ഓഫർ തന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവം അതിനൊരു അനുവാദം തന്നപ്പോൾ, ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ ഹൗ ലക്കി വി ആർ, ഹൗ പ്രിവിലേജ്ഡ് വി ആർ. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് ദൈവസന്നിധിയിൽ അവന്റെ അടുക്കലേക്ക് വരാനായിട്ട്. സോ ദ വെരി വർഷിപ്പ് ഈസ് ബിഫോർ ദാറ്റ് ഹെവൻലി പ്രസൻസ്. ദൈവ സാന്നിധ്യത്തിന്റെ ആ അളവ് കുറച്ചിട്ടില്ല കേട്ടോ പ്രിയപ്പെട്ടവരെ. മോശ സീനായി പർവ്വതത്തിൽ കണ്ട തീയിൽ ഇറങ്ങി വന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം തന്നെയാണ് ഹല്ലേലൂയ ഇന്നീ പകൽക്കാലവും ഇന്നീ രാത്രികാലവും ഈ ആലയത്തിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത്. എന്നാൽ അതിനെ ഒന്ന് ഫീൽ ചെയ്യാൻ കഴിയുന്നവർക്ക്, അതിനെ ഒന്ന് അനുഭവിക്കാൻ കഴിയുന്നവർക്ക്, അതിനെ ഒന്ന് തിരിച്ചറിയാൻ കഴിയുന്നവരുടെ മേൽ ആ ദൈവശക്തി പകരപ്പെടുവാനായിട്ടിടയായി. സോ ആരാധന എന്ന് പറയുന്നത് നിസ്സാര വിഷയമല്ല. Praise the Lord. We are just making our response when the very presence of God is availing into our midst. ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലേക്ക് വരുമ്പോൾ, ആ ദൈവ സാന്നിധ്യം നിറയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ തുള്ളി തുടിച്ചിട്ട് ആ ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നതാണ്. അതിന് പാട്ടൊന്നും വേണ്ട പ്രിയപ്പെട്ടവരെ, അതിന് മ്യൂസിക് ഒന്നും വേണ്ട, അതിന് യാതൊരു അകമ്പടിയും വേണ്ട. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുവെങ്കിൽ, ദൈവ സാന്നിധ്യം നമ്മുടെ മൺകൂടാരങ്ങളെ അനുഭവിക്കാൻ കഴിയുന്നുവെങ്കിൽ അവിടെ അറിയാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അവിടെ സൗണ്ട് ഒരു വിഷയമല്ല, അവിടെ ശബ്ദം വിഷയമല്ല. നമ്മുടെ ആദരങ്ങൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും വിമുഖത കാണിക്കരുത്. Praise the Lord. Hallelujah. It's not just a routinal practice. It's not one of the sections of our meeting. നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ആരാധനയുടെ ഒരു ക്രമീകരണം മാത്രമല്ല, ദൈവത്തെ നമ്മുടെ ഹൃദയം കൊണ്ട് സ്തുതിക്കുന്ന ഒരു അവസരമാണ്. Praise the Lord. ആരാധനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളൊന്ന് ഒരുക്കി കൊടുത്താട്ട്, ദൈവസ്ഥനെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ട്, ഹല്ലേലൂയ, ഒരു പക്ഷേ പാട്ടുകളൊക്കെ പാടി കർത്താവിനെ ആരാധിക്കുമ്പോൾ അതെല്ലാം ദാറ്റ്സ് കോംപ്ലിമെന്ററി, അതെല്ലാം നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ നമ്മൾ അറിയാതെ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിന്റെ ആ തുടിപ്പ് കൊണ്ട്, കണ്ണുനീര് വന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, ദൈവത്തിന് സ്തുതി കരേറ്റുവാനായി നമ്മുടെ ഹൃദയങ്ങളൊന്ന് ഒരുക്കപ്പെടാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. വി ആർ കോൾഡ് ടു വർഷിപ്പ്. നമ്മളെ ലോകത്തിൽ ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാനായിട്ടാണ്. നമ്മുടെ ഹൃദയങ്ങൾ ദൈവസ്ഥലത്തിൽ ഏകാഗ്രമാകാം. നമുക്കൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, ഞങ്ങൾക്ക് ആ ഭാഗ്യം തന്നത് ഓർത്ത് സ്തോത്രം, ഞങ്ങൾക്ക് ആ വലിയ പ്രിവിലേജ് തന്നത് ഓർത്ത് സ്തോത്രം, ഞങ്ങൾക്ക് ആ വലിയ അനുഭവം തന്നതിനായിട്ട് സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് ചേർന്നൊരു പാട്ടൂടെ പാടി കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവസ്ഥലത്തിൽ ഏകാഗ്രമായിട്ട്